വളരെ നിർഭാഗ്യകരമായ സംഭവമായിപ്പോയി. ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളൊരു ചേച്ചിയുടെ കൈ അടിച്ചൊടിച്ചിട്ട് നമ്മുടെ പോലീസ് കേസെടുക്കുന്നില്ല, അവർക്ക് നടപടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ദുഃഖകരമാണ്. അവള് കറാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്, യോഗ വെസ്റ്റ് ആണ്. അവക്കില്ലാതെ എന്നെ എന്ന് വെച്ചാൽ എന്നെ കൊങ്ങയ്ക്ക് പിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആ പിടിയിൽ. ഇത് നടന്ന സമയത്ത് തന്നെ അഞ്ചുതെങ്ങ് പോലീസ് അവിടെ വന്നു. അഞ്ചുതെങ്ങ് പോലീസ് അവിടെ വരികയും എന്റെ ഭാര്യനെയും എന്റെ കുട്ടികളെയും മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പെർഫോമൻസ്. അവിടെ പോലീസുകാർ അവരെ പക്ഷത്തല്ലേ? സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറന്ന് നിൽക്കുന്നവർ എങ്ങനെയാ കേസെടുക്കുന്നത്? നമസ്കാരം. നമ്മൾ ഏകദേശം ഒരു മാസം മുന്നേ ഇവിടെ വർക്കല കായിക്കരയിൽ ഞങ്ങളൊരു വാർത്ത ചെയ്യാൻ വേണ്ടി പോയി. അത് പട്ടികളുടെ ഷെൽട്ടറുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയായിരുന്നു. വിദേശാമരുത അവിടെ 10-20 പട്ടികളെ വളർത്തുന്നുണ്ട്, അവർ സംരക്ഷിക്കുന്നുണ്ട് എന്ന വാർത്ത എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അന്ന് ഇവർ രണ്ടുപേരുമായിരുന്നു അവിടെ ആ പട്ടികളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷം ഈ പറയുന്ന ഒരു വിദേശാമരുതയെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞു മതിയായ രജിസ്ട്രേഷനൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ വാർത്ത എടുക്കേണ്ട ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇന്നലെ ഞങ്ങളെ അവർ വിളിച്ചു. ഞങ്ങൾ ഇപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നു. ഈ ചേച്ചിയുടെ കൈ ആ വിദേശാമരുത അടിച്ചൊടിച്ചു. ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താ നമുക്ക് കേൾക്കാം എന്താ വിഷയം? വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 7 മാസമായിട്ട്, അതായത് സെപ്റ്റംബർ 14 മുതൽ നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ദിവസം വരെയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്തത്തോടും കൂടിയാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിയുടെ ഇടയിൽ ഇവർ വല്ലപ്പോഴൊക്കെ അവിടെ വരും. മറ്റേ അവിടുത്തെ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരെ കുളിപ്പിക്കുന്നത്, അവരൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫേസ്ബുക്ക് വഴി മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഡോഗ് ഷെൽട്ടറുകൾ അനധികൃതമായി നടക്കുന്ന വാർത്തകളും പോസ്റ്റുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ഇതും അനധികൃതമായിട്ടാണോ നടക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇതിനെല്ലാ രേഖകളും ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അഥവാ എന്തെങ്കിലും അന്വേഷണമോ കാര്യങ്ങളായിട്ട് ആരെങ്കിലും നല്ല ഉദ്യോഗസ്ഥരും വന്നു കഴിഞ്ഞാൽ അവരെ ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളാമെന്നാണ് ഉള്ള ഉറപ്പാണ് നമുക്ക് തന്നിരുന്നത്. അതിൻ്റെ കൂടെ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് അവർ നമുക്ക് പൈസ ശമ്പളം ചോദിച്ചിട്ട് തരുന്നില്ല. അതായത് 20,000 രൂപ 20,000 രൂപ മാസം ആണ് ഫിക്സ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നിലവിൽ ഈ ഡോഗ് ഷെൽട്ടറിലേക്കുള്ള മെയിൻ്റനൻസ് വർക്ക്, ഞാൻ കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ വരുന്ന വർക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പൊലീന എന്നെയാണ് ഏൽപ്പിക്കുന്നത്. പൊലീന എന്നാവര റഷ്യക്കാരിയാണ്, റഷ്യക്കാരുടെ പേര് പൊലീന എന്നാണ്, എന്നെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും മറ്റുള്ള പൈസകൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാറുള്ള പതിവാണ്. അതുപോലെ തന്നെ ഞാൻ ആ സമയങ്ങളിലെല്ലാം ചെയ്യുന്ന അവർ ഏൽപ്പിക്കുന്ന പൈസയ്ക്ക് ചെയ്യുന്ന ജോലികളുടെ വീഡിയോസും കാര്യങ്ങളും അതെല്ലാം കഴിയുന്നതിന് ശേഷം ജോലി വേളയിൽ തന്നെ വീഡിയോ എടുത്ത് കളക്ട് ചെയ്ത് വെച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അയക്കാറുണ്ട്. അയക്കുമ്പോൾ അവരെൻ്റെ സാലറി അയച്ചു തരും. ഇതിപ്പോ ഒരു അടിയിലേക്കും ഒരു കൈ അടിച്ചൊടിക്കേണ്ടതിലേക്കും ഇങ്ങനെ വന്നത് നിങ്ങൾ കാശ് ശമ്പളം ചോദിച്ചോണ്ടാണോ? ശമ്പളം ചോദിച്ച് മെസ്സേജ്, ഭർത്താവ് ഒരു മലയാളിയാണ്. ആ പയ്യൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറയും എടാ അവൾ എനിക്ക് പൈസ തന്നില്ല, എന്ത് തരാത്തത് എന്ന് പറയുമ്പോൾ അവൻ പറയും ചേച്ചി ഒന്ന് സംസാരിക്കടാന്ന് പറയും. അപ്പോൾ ആവുമ്പോഴത്തേക്ക് മെസ്സേജ് അയക്കും. അപ്പം ഞങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താണ് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ മോളുണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അയക്കത്തുള്ളൂ, അല്ലാതെ എനിക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവൾ അത് വായിച്ചിട്ട് നമുക്ക് റിപ്ലൈ തരുന്നത്. അപ്പോൾ ഇതേപോലെ ശമ്പളത്തിൻ്റെ കണക്കുകൾ വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അവിടെ വന്നതും അവിടെ നിന്നതും ഒക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് അന്നും പറഞ്ഞൊക്കെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തന്നെ എനിക്ക് 3 കൊച്ചുങ്ങളുണ്ട്. ഞാൻ ചാരിറ്റിയൊക്കെ നടത്താൻ എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ല. എനിക്ക് ജോലി ചെയ്താൽ കാശ് കിട്ടിയാലേ എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവർ പഠിക്കുന്ന കൊച്ചുങ്ങളാണ്. ഇതൊക്കെ അവളടുത്ത് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, മെസ്സേജിൽ കൂടെയും പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുന്നേ ഞാൻ അവളടുത്ത് എനിക്ക് തരാനുള്ള പൈസ ചോദിച്ചു, ഇവൻ്റെ അടുത്തും ചോദിച്ചു. മെസ്സേജിന് റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. ഞാൻ അതിന് ശേഷം അവിടുത്തെ വാട്ടർ ടാങ്ക് വീണ് പൊട്ടി. രാത്രി 5 ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല. ഈ പട്ടികൾക്ക് റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാനോ ഒന്നുമില്ല. ഇവരെ അറിയിച്ചിട്ട് ഇവരാരും വരുന്നതുമില്ല. സഖി കെട്ട് ഞങ്ങൾ ഓണറെ അറിയിച്ചു ഇതേപോലെ ഇവിടെ വെള്ളമില്ല, ഞങ്ങൾക്ക് ഒന്നീ നിങ്ങൾ ടാങ്ക് ശരിയാക്കി തരുമോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള ഇത്. അവസാനം എൻ്റെ ഭർത്താവ് പോയി കടയ്ക്കാവൂരുന്ന് ഒരു 4 കുപ്പി വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം നമ്മൾ ഈ അടി കൊണ്ട് ഇറങ്ങുന്നവരെ നമ്മൾ അതിലാണ് നിന്ന്. നമ്മൾ വരുന്നതിൻ്റെ അന്നാണ് കടയ്ക്കാവൂര് ആയൻ്റെ ക്ഷേത്രത്തിലോട്ട് പോണ വഴിക്ക് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ കടയ്ക്കാവൂര് പഞ്ചായത്തിൻ്റെ ഇതിലൊരു വലിയൊരു വാട്ടർ ടാങ്ക് വെച്ച് ലൈൻ പൈപ്പ് കൂടി വെള്ളം വരുന്നുണ്ട്. അതിൽ 2 പ്രാവശ്യം ഞാൻ 4 കുപ്പി കാര്യം ചോദിക്കട്ടെ, ഇവർ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു മതിയായ രേഖകളില്ല, രജിസ്ട്രേഷൻ ഇല്ല, ഒരു പേപ്പറുകളൊന്നും ഇല്ലെന്ന് പറയുന്നു.
ഇവർ ഈ സ്ഥാനത്തിന് പേര് വിദേശത്ത് നിന്ന് ഫണ്ട് വല്ലതും സ്വീകരിക്കുന്നുണ്ട്? ഫണ്ട് ഇഷ്ടംപോലെ ഫണ്ട് ഭീമമായ തുക. നമ്മളെ ഇൻകം ടാക്സിന് ഒരു 5 പൈസ പോലും ഇവർ അടച്ചിട്ടില്ല എന്നാണ് അക്കൗണ്ട് വഴികളാണ് ട്രാൻസ്ഫറിങ് നടത്തുന്നത്. നമ്മൾ ഇത്രയും അതായത് ഇവരുടെ ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ്, അതായത് ഒരു സൈലന്റ് ക്രിമിനൽ. അവന് ഒരുപാട് ഓഫീസർമാരാണ് അവനെ നയിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നിങ്ങളിപ്പോ ഈ അടി കൊണ്ട് FIR ഇട്ടോ പോലീസ് സ്റ്റേഷനിൽ? ഞാൻ പോയില്ല. FIR ഇവിടെ പ്രസക്തി ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് നടന്ന സമയത്ത് തന്നെ അഞ്ചുതെങ്ങ് പോലീസ് അവിടെ വന്നു. അഞ്ചുതെങ്ങ് പോലീസ് അവിടെ വരികയും എന്റെ ഭാര്യനെയും എന്റെ കുട്ടികളെയും മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പെർഫോമൻസ് അവിടെ പോലീസുകാരുടെ. അതായത് എന്റെ ഭാര്യനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതിന്റെ റെക്കോർഡിംഗ് എൻ്റെ ഉണ്ട്. കാരണം അത് ദൈവമായിട്ട് എനിക്ക് തന്ന റെക്കോർഡാണ്. കാരണം പുറത്തായിരുന്ന ഞാൻ ആ സമയത്ത് അവിടെ വിളിക്കുകയും ഞാൻ എൻ്റെ മോനോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ മോൻ ആദ്യം പറയുന്നത് അവിടെ ഇങ്ങനെ അമ്മേനെ അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, അപ്പോൾ എന്തായാലും ഞാൻ ഓടി അവിടെ എത്തൂല. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് മക്കൾ ഒരു കാരണവശാലും ഫോൺ ഓഫ് ചെയ്യരുത്, അച്ഛനിത് റെക്കോർഡ് ചെയ്യണമെന്ന് ഞാനത് പറയുന്നുണ്ട് അതിനകത്ത്. അത് വെച്ചിട്ട് അതിന്റെ ഫുൾ ഓഡിയോ എൻ്റെ 3 വയസ്സായ മോളെ നിലവിളി പോലീസുകാർ തയ്യാറായി. നിങ്ങളെ അടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കൈ പൊട്ടിയിട്ട് ഈ കൈ പൊട്ടലുണ്ടെന്ന് പറഞ്ഞാൽ 326 ആണ് വരുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പാണ്, ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. അത്രയും ഉണ്ടായിട്ട് പോലീസ് കേസെടുത്തില്ലേ? പോലീസ് കേസെടുക്കുന്നില്ല. പോലീസ് എങ്ങനെയാ കേസെടുക്കുന്നത്? പോലീസുകാർ അവരെ പക്ഷത്തല്ലേ. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറന്നു നിൽക്കുന്നവർ എങ്ങനെയാ കേസെടുക്കുന്നത്? ഇപ്പൊ എൻ്റെ ഈ കൊച്ചിനെ അടിച്ചിട്ട് അവർ തിരക്കും. എൻ്റെ കൊച്ചിന്റെ നിലവിളി അവർ കേട്ടില്ലേ? അവരെന്തുകൊണ്ട് തിരക്കിയില്ല? ഒരു 3 വയസ്സായ കൊച്ചിന്റെ നിലവിളി എന്തിനാ അത് നിലവിളിക്കുന്നു? അതൊരു സാമാന്യ മര്യാദയല്ലേ? എൻ്റെ കൊച്ചവിടെ മരിച്ചു കിടന്നെങ്കിൽ ഈ അമ്മമാരല്ലേ അവിടെ ഒന്ന് നിന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ നടപടി ഉണ്ടാക്കാനിട്ട് നിൽക്കുന്ന. അപ്പൊ എൻ്റെ കൊച്ചു മരിക്കാതിരുന്ന എൻ്റെ ഭാഗ്യമല്ലേ? അവള് കറാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്, യോഗ വെസ്റ്റ് ആണ്. അവക്കില്ലാതെ എന്ന് വെച്ചാൽ എന്നെ കൊങ്ങയ്ക്ക് പിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആ പിടിയിൽ ഏതെല്ലാം നരമ്പുകൾ ഇപ്പോഴും വേദന എടുക്കുന്നു ചോദിച്ചാൽ എനിക്ക്. അതുപോലെ ഇത്രയും വലിയൊരു പ്രശ്നം, ഇങ്ങനെ ഒരു സംഭവം നടന്നു, നമ്മളത് സ്ഥലം പോലീസിനെ അറിയിച്ചു. ഈ സമയം വരെയെങ്കിലും ഇത് സ്ഥലം ഒരു ഫോറിനറിന്റെ കേസ് എന്നുള്ള നില അഞ്ചുതെങ്ങ് പോലീസ് FRO ഓഫീസുമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടോ? FROയ്ക്കോ ആ സ്ഥലം എംബസിക്കോ നമ്മളെ രാജ്യത്തിന്റെ എംബസിക്കോ അയച്ചിട്ടുണ്ടോ? ഇവർ കൊടുത്ത കേസിന് പിറ്റേ ദിവസം ചെന്നപ്പോൾ പോലീസുകാർ കളിയാക്കുമ്പോൾ ഇത് അവരുടെ പെർഫോം ചെയ്തു എന്ന് പറയുന്നു. ഞാനില്ല ആ വേളയിൽ, ആ സമയത്ത് ഞാനില്ല. അവിടെ ചെന്നപ്പോൾ തലേ ദിവസം രാവിലെ പോലീസിനെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കുന്നു, വൈകുന്നേരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ഞാൻ എന്റെ കംപ്ലൈന്റ് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ചെല്ലാൻ പറയുന്നു. ഞങ്ങൾ പഞ്ചായത്തിലും പോയിട്ട് 10:10:30 പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ ചെന്ന് നമ്മളെ കംപ്ലൈന്റ് ചോദിച്ചപ്പോൾ അവരെല്ലാം തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കംപ്ലൈന്റ് കാണാനില്ല. അവിടെ ഒരു ബുക്കിലും എന്റെ കംപ്ലൈന്റ് കാണില്ല. വൈകുന്നേരം കൊണ്ട് കൊടുത്ത കംപ്ലൈന്റ് ആണ് ഈ സംഭവം. ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും നിലവിൽ തിരുവനന്തപുരം റീജിയണൽ ഇമിഗ്രേഷൻ ഓഫീസറായ ഒരു ആളിനോട് ഞാനിത് എൻ്റെ മൊബൈലാർത്ഥം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടി എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട സാഹചര്യം വന്നാൽ ഞാൻ അതിൻ്റെ കോൾ ലിസ്റ്റ് അധികം സമയമെടുത്ത് അത് ഞാൻ പറയും. ഏതായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി. ഒരു ഫോറിനർ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ചേച്ചിയുടെ കൈ അടിച്ച് ഓടിക്കുകയെന്ന് പറഞ്ഞാൽ, ഒരു സ്കൂൾ കുട്ടിയെ ഒരു അധ്യാപകൻ അടിച്ചാൽ ശിക്ഷിക്കുന്ന രാജ്യത്താണ് ഇന്ന് നമ്മൾ നിലവിൽ താമസിക്കുന്നത്. അനേകം കേസുകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് രേഖകൾ നിങ്ങൾക്ക് തരും. ഇവള് അനധികൃതമായി യാതൊരുവിധ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും ഇല്ലാതെ അവർ ഇന്ന് നിലവിൽ താമസിക്കുന്ന വീട്ടിൽ ഡോഗുകളെ കൂട്ടമായി കൊണ്ടുവന്ന് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിൻ്റെയും അനധികൃതമായി ഫണ്ട് റൈസിങ് നടത്തുന്നതിൻ്റെയും ഒരു ചെറിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഇതിൻ്റെ ഇൻകം ടാക്സ് ഓഫീസർക്കോ ആർക്കോ ആണെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ബാങ്ക് അക്കൗണ്ട് വെച്ച് എത്ര കാലം ഏതെല്ലാം രാജ്യത്തു നിന്ന് എത്ര രൂപകൾ അവർ സമാഹരിച്ചിട്ടുണ്ടെന്നും അതിന് എത്ര ശതമാനം നമ്മുടെ സർക്കാരിന് ടാക്സ് കൊടുത്തിട്ടുണ്ടെന്നും എല്ലാം ഇതിൻ്റെ നിയമാനുസൃതം ജോലി ചെയ്യുന്ന അവർക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങൾ. ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യത്തെ പറ്റിക്കുക, വഞ്ചിക്കുക. ഒരു അക്കൗണ്ടിൽ മിനിമം ഇത്ര രൂപയെന്നൊക്കെ കാണൂല. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ആ ഒരു ഇതായി ടാക്സിന്റെ ലെവൽ എത്താറാകുമ്പോൾ ആ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്യും, അടുത്തതിലോട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ വൃത്തിയാക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു 3-4 പാസ്ബുക്ക് ശ്രീയത്തിൻ്റെ പേരിൽ ഉള്ളത്. പിന്നെ ആ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ 2022 ഓഗസ്റ്റ് 8 മാസം 60 ഡോഗുകളെ സെറിലേഷൻ ചെയ്തത്. അതിൽ ഒരു ഡോഗ് മരിച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ നമ്മളെ നാട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അടുത്തവിടെ 2 ഡോഗ് മരിച്ചു. ഒരു ഡോഗ് പാമ്പ് കടിച്ചാണ് മരിച്ചത്. ഒരു ഡോഗ് പാമ്പ് കടിച്ച് മരിക്കുന്നു. അതിന് മുമ്പായിട്ട് ഒരു ആക്സിഡന്റ് ഡോഗ് അവിടെ ഉണ്ടായിരുന്നു. ആ ഡോഗിന്റെ പേര് തോനിയ ബാനി എന്നാണ് അവൾ വെച്ചിരുന്നത്. ആ ഡോഗിന് ഈ മോഷൻ പോകാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ വയറിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലേ ഇത് പോവുള്ളൂ. അതിനെ നല്ല രീതിയിൽ നമ്മളിതെല്ലാം ചെയ്തു കൊടുത്ത് ഇതൊക്കെ എടുത്ത് കളയുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മളിലുണ്ട്. നമ്മൾ അതിക്രമിച്ച് കയറി അവിടെ താമസിച്ചവരാണ് എന്നാണ് അഞ്ചുതെങ്ങ് പോലീസ് പറയുന്നത്.
അങ്ങനെ പറയുന്ന അഞ്ചുതെങ്ങ് പോലീസ് കഴിഞ്ഞ ഓണത്തിന് മുമ്പ് തൊട്ടുള്ള ഇവളെ പോസ്റ്റിൽ തന്നെ കയറി നോക്കാൽ എൻ്റെ കുട്ടികളുടെ വീഡിയോസ് എടുത്ത് ഈ ഡോഗുമായിട്ട് നിൽക്കുന്ന വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, തർക്കങ്ങളുണ്ടോ എന്ന് അവരെന്നോട് ഒരു ദിവസം ചോദിച്ചു. എനിക്കൊരു തർക്കവുമില്ല. അപ്പോൾ പോലും ഇതിൻ്റെ ഇടയ്ക്ക് ഫണ്ട് കളക്ഷൻ നടക്കുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. നമ്മളൊരു നന്മപരമായിട്ടാണ് ഇവരെ കണ്ടിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഫണ്ട് റൈസിങ് പരിപാടിയായിരുന്നു. അതേ നമ്മളാണ് അവിടെ അതിക്രമിച്ച് അവിടെ കയറിയെന്ന് അഞ്ചുതെങ്ങ് പോലീസ് അടക്കം സ്ഥാപിച്ചു. ആ അഞ്ചുതെങ്ങ് പോലീസ് പറയുന്ന റെക്കോർഡുണ്ട് നമ്മളതിൽ. നിങ്ങളുടെ ഔദാര്യം അവർക്ക് അവിടെ വേണ്ട, നിയമപരമായി നിങ്ങളിവിടെ അതിക്രമിച്ചാണ് കയറി കിടക്കുന്നത്, നമ്മളെ നിയമത്തിൽ അതിക്രമിച്ച് ഒരുപാട് ദിവസം അങ്ങ് കിടക്കാം. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ജനുവരിയിൽ ഇതുപോലെ ഒരു ഡോഗിനെ വെച്ച് അവരെന്തോ ഒരു പരിപാടി പ്ലാൻ ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവരെ വാളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്നു. അവരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. ഞങ്ങളടുത്ത് ആദ്യം ഷൗട്ട് ചെയ്തു, പിന്നീട് അവരെല്ലാം നല്ല നമ്മൾ ചെയ്യുന്ന ഇത് കണ്ട് അവർക്ക് മനസ്സിലായി നമ്മളെല്ലാം പ്രശ്നക്കാരെന്ന്. പിന്നെ എല്ലാവരും നമ്മളുമായിട്ട് സഹകരിച്ച് നല്ല ഇതായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി. ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളൊരു ചേച്ചിയുടെ കൈ അടിച്ചൊടിച്ചിട്ട് നമ്മുടെ പോലീസ് കേസെടുക്കുന്നില്ല, അവർക്ക് നടപടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ദുഃഖകരമാണ്. ഏതായാലും ഈ ഒരു വാർത്ത ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അറിയിക്കുകയാണ്. നടപടികളൊക്കെ ഉണ്ടാവണം. ഈ ചേച്ചിക്ക് നീതി ലഭിക്കണം. മനസ്സിലുണ്ടെങ്കിൽ ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.